പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി മഹാനായ ദാർശനികൻ ഫ്രെഡറിക് ഏംഗൽസിന്റെ ഓർമ്മദിനമാണ്. 1820 നവംബർ മാസം 28-ാം തീയതിയാണ് ഫ്രെഡറിക് ഏംഗൽസ് ജനിച്ചത്. ഇന്ന് ലോക രാഷ്ട്രീയ രംഗത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്സിസം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ മഹാനായ കാൾ മാർക്സും മഹാനായ ഫ്രെഡറിക് ഏംഗൽസുമായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പ്രസ്താവന തന്നെ ഏംഗൽസിന് ഇഷ്ടമുള്ള മാർക്സിന് ഇഷ്ടമുള്ള ഒരു പ്രസ്താവനയായിരുന്നില്ല. മാർക്സിസം എന്നത് മാർക്സിന്റെയും ഏംഗൽസിന്റെയും സംഭാവനയാണ് എന്ന് നാം പറയുമ്പോൾ, മാർക്സ് ജീവിച്ചിരുന്ന കാലം വരെ അവരുയർത്തിപ്പിടിച്ചിരുന്ന ആശയങ്ങളെ സംബന്ധിച്ച്, സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ വേദികളിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെയെല്ലാം ആൾരൂപം എന്ന് പറയുന്നത് മാർക്സ് ആണ് എന്ന് കൂടെയുള്ള സഹാക്കളും പ്രവർത്തകരും ഊന്നുമ്പോൾ, അപ്പോഴെല്ലാം മാർക്സ് ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ സിദ്ധാന്തങ്ങളിലെല്ലാം ഉത്തരവാദിത്വം ഏംഗൽസിനും കൂടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് എന്താണ് മാർക്സിസം എന്ന് ചോദിച്ചാൽ, മാർക്സും ഏംഗൽസും ചേർന്ന് ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങൾ എന്ന് നാം പറഞ്ഞാൽ മതി. മാർക്സ് ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ, ഞാൻ ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങളിലെല്ലാം ഏംഗൽസിനു കൂടെ മുഖ്യമായ പങ്കുണ്ട് എന്ന് മാർക്സ് രേഖപ്പെടുത്തുമ്പോൾ, ഏംഗൽസ് പറഞ്ഞുകൊണ്ടിരുന്നത് തികച്ചും വിനയാന്വിതമായ ഒരഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വെറും ഒരു പിന്നണി പാട്ടുകാരനാണ് എന്നാണ്. മാർക്സിസത്തിന്റെ ഒരു പിന്നണി പാട്ടുകാരനാണ് താൻ എന്നാണ് ഏംഗൽസ് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. ആ ഏംഗൽസിനെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ പുതിയതായി തയ്യാറാക്കി അച്ചടിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പുസ്തകത്തിന്റെ പേര് ചരിത്രം ഇവരിലൂടെ എന്നാണ്. ചരിത്രം ഇവരിലൂടെ ലോക രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെതാകുന്ന ചരിത്രം രേഖപ്പെടുത്തിയ മഹാന്മാരെ പറ്റി പ്രതിപാദിക്കുക എന്നതാണ് ചരിത്രം ഇവരിലൂടെ എന്ന പുസ്തകത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എഴുത്തു ജോലിയെല്ലാം കഴിഞ്ഞ് DTP വർക്ക്സും എല്ലാം കഴിഞ്ഞ് അടുത്ത് അതിൻ്റെ അച്ചടി ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സെപ്റ്റംബർ മാസത്തോടുകൂടി ചരിത്രം ഇവരിലൂടെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ആ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ സഹായിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് ചരിത്രം ഇവരിലൂടെ എന്ന പുസ്തകത്തിലൂടെ പ്രതിപാദിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത്. സ്വാഭാവികമായും അങ്ങനെ പറയുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടുന്നത് മഹാനായ മാർക്സിന്റെ ചരിത്രം തന്നെയാണ്. മാർക്സ് ഉണ്ട്, ഏംഗൽസ് ഉണ്ട്. ഇവരുടെ ആശയം ലോകത്താദ്യമായി പ്രയോഗത്തിൽ കൊണ്ടുവന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പരീക്ഷണശാലയിലെ മുഖ്യ ശാസ്ത്രജ്ഞന്മാരായ ലെനിനുണ്ട്, സ്റ്റാലിനുണ്ട്. അത് കഴിഞ്ഞാൽ 1949 ചൈനയിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറായ മാവോ സേതൂങ് കൊണ്ട്, ക്യൂബ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ ഇന്നും സോഷ്യലിസത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ
അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഫിദൽ കാസ്ട്രോയും ചെഗുവേരയുമുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമണ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയെ മുട്ടുകൊത്തിച്ച വിയറ്റ്നാം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ നേതാവ് ഹോച്ചിമിനുണ്ട്. ഫാസിസത്തെയും നാസിസത്തെയും നിർവചനം നടത്തിക്കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനെതിരായി മുൻപ് തന്നെ ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന പ്രമേയം ആവിഷ്കരിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ജോർജി ദിമിത്രോവ് ഉണ്ട്. പിന്നെ അന്റോണിയോ ഗ്രാംഷി ഉണ്ട്, റോസ ലക്സംബർഗ് ഉണ്ട്, ജൂലിയസ് ഫീച്ചുണ്ട്. ഇന്ത്യയിൽ നിന്ന് എം.എൻ. റോയിയും ഭഗത് സിംഗും EMSഉം അതുപോലെ പി സുന്ദരയും. ഇങ്ങനെ 17 ആളുകളാണ് ചരിത്രം ഇവരിലൂടെ എന്ന എൻ്റെ പുതിയ ഗ്രന്ഥത്തിൽ കടന്നു വരുന്നത്. ഇന്ന് ഏംഗൽസിന്റെ ഓർമ്മ ദിനമായതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഏംഗൽസിനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് പെട്ടെന്ന് ഏംഗൽസിനെ സംബന്ധിച്ച് ഓർത്തപ്പോൾ മനസ്സിൽ കടന്നു വന്നത് ഈ പുസ്തകം തന്നെ ചരിത്രം ഇവരിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും വരുന്ന ദിവസങ്ങളിൽ അത് നിശ്ചിതമായി ഇന്ന തീയതി ഇന്ന ദിവസമൊന്നും ഇപ്പോഴേ പറയാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തനവും ജോലി തിരക്കും ഒഴിഞ്ഞ് രാത്രി 9:30 മണിക്കെങ്കിലും ഒന്ന് ഫ്രീ ആയി വന്ന് സംസാരിക്കാൻ കഴിയുന്ന അവസരങ്ങളിൽ ഈ 17 പേരെ സംബന്ധിച്ചും അവരുടെ ദിനാചരണങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ ദിവസങ്ങൾ അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ചരിത്ര ഇവരിലൂടെ എന്ന ആ പുസ്തകത്തിലെ ഓരോ വിപ്ലവകാരികളെ സംബന്ധിച്ചും ഈ പംക്തിയിലൂടെ പ്രതിപാദിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ഏംഗൽസാണ്. കാൾമാർക്സ് 1818 മെയ് മാസം 5-നാണ് ജനിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഏംഗൽസ് ജനിക്കുന്നത്, 1820. ഫ്രെഡറിക് ഏംഗൽസിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായിയായിരുന്നു. തുണിമിൽ ബിസിനസ് എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാക്ടറി ഉടമസ്ഥനായിരുന്നു ഏംഗൽസിന്റെ അച്ഛൻ. വ്യവസായി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബമായിരുന്നു. തുണിമിൽ തൊഴിലാളികളും തുണിമില്ലുകളും സജീവമായി നിലനിൽക്കുന്ന പ്രദേശത്താണ് ഏംഗൽസ് ജനിച്ചതും വളർന്നതും എല്ലാം. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഏംഗൽസിന് തുണിമിൽ തൊഴിലാളികളുടെയും ഇതര തൊഴിലാളികളുടെയും ജീവിതത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുന്നതിന് സാധിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിലേറെ ശ്രദ്ധ ചെലുത്താതിരുന്ന ഏംഗൽസിന്റെ അച്ഛൻ മെട്രിക്കുലേഷൻ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നതിനാണ് നിയോഗിച്ചത്. ഇവൻ പഠിത്തത്തിൽ മെച്ചപ്പെടില്ല, മോശപ്പെട്ടവനാണ്. എന്നാൽ പിന്നെ എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ കുറെ ബിസിനസ് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഏംഗൽസിനെ അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ ബിസിനസ്സിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇഷ്ടമില്ലാതെയാണ് ബിസിനസ്സിലേക്ക് ഏംഗൽസ് തിരിഞ്ഞത്. അദ്ദേഹത്തിന് അതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഏംഗൽസിന്റെ വളർച്ചയോടൊപ്പം മതത്തിനെതിരെയുള്ള നിലപാടും കർക്കശമായി വളർന്നു. അച്ഛൻ മതവിശ്വാസിയായിരുന്നു. ഏംഗൽസ് മതത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴെല്ലാം ഏംഗൽസിന്റെ ആഗ്രഹം ഏംഗൽസിന്റെ നിലപാടെന്ന് പറയുന്നത് മതത്തിനെതിരെയുള്ള കർശനമായ നിലപാടായിരുന്നു. നല്ല ബിസിനസ്സുകാരനായി വളരുന്നതോടൊപ്പം ഇതര മേഖലകളും ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഏംഗൽസിന്റെ ഒരു പ്രത്യേകത. ബിസിനസ് മാത്രമല്ല, അതുമായി ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാത്തതുമായ അദ്ദേഹത്തിന് താല്പര്യമുള്ള മറ്റു വിഷയങ്ങളെല്ലാം അദ്ദേഹം നന്നായി ശ്രദ്ധിച്ചിരുന്നു. വിവിധങ്ങളാവുന്ന ഭാഷകൾ പഠിക്കുക, ലോക ക്ലാസിക്കുകൾ വായിച്ചെടുക്കുക, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. 20ഓളം വരുന്ന ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തുകുത്തിലൂടെ പ്രകടിപ്പിച്ചിരുന്നത്.
കൂടാതെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, കായികമായി കരുത്ത് നേടുന്നതിന് നീന്താൻ പോവുക, കുതിര സവാരി പ്രാക്ടീസ് ചെയ്യുക, വാൾപ്പയറ്റ്, ഇതെല്ലാം ഏംഗൽസ് സിദ്ധിച്ചിരുന്നു. ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളിൽ ഏംഗൽസ് സജീവമായി പങ്കെടുത്തിരുന്നു. തൊഴിലാളികളുടെ മോചനമാണ് തന്റെ ലക്ഷ്യമെന്ന് ഏംഗൽസ് ഉറച്ച് ചെറുപ്പത്തിലെ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. വ്യാപാരികളുടെ കല്ലേറുകൊണ്ട് കൊട്ടാരത്തിന്റെ കണ്ണാടിച്ചില്ലുകൾ ഉടയുന്ന ദിവസം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അത്രമാത്രം കടുത്ത തൊഴിലാളി വർഗ ആഭിമുഖ്യം ആർക്കുണ്ടായിരുന്നു? ഏംഗൽസിനുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഉയർന്നു വന്നിരുന്ന തൊഴിലാളികളുടെ അതിശക്തമായ സമരങ്ങളിൽ ഏംഗൽസിന് എന്തെന്നില്ലാത്ത താൽപര്യമായിരുന്നു. തൊഴിലാളികളുടെ എല്ലാ വിഷയങ്ങളും ഒന്നുപോലും മാറ്റിവെക്കാതെ ഏംഗൽസ് സജീവമായി ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവിതകഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സമരക്കാരുടെ പക്ഷത്താണ് ഏംഗൽസ് എപ്പോഴും നിലയുറപ്പിച്ചിരുന്നത്. എന്ന് തന്നെയില്ല, പ്രഭുക്കന്മാരോട്, രാജാവിനോട് കടുത്ത വിദ്വേഷമാണ് ഏംഗൽസ് പുലർത്തിയിരുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. ഇവരെയെല്ലാം തകർത്തെറിയണം എന്നാണ് ഏംഗൽസ് പറഞ്ഞിരുന്നത്. ഒരു സന്ദർഭത്തിൽ സുഹൃത്തുക്കളോട് ഏംഗൽസ് നടത്തിയ പ്രതികരണം വളരെ പരുഷമായിരുന്നു. അയാളെ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും ഞാൻ വെറുക്കുന്നു. മരണം വരെ അയാളെ ഞാൻ വെറുക്കും. എനിക്ക് അയാളെ പുച്ഛമാണ്, വെറുപ്പാണ് എന്നാണ് ഏംഗൽസ് രാജാക്കന്മാരെ സംബന്ധിച്ച്, പ്രഭുക്കന്മാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഏംഗൽസിനേറെ താല്പര്യം തോന്നിയിരുന്ന ഒരു വിഷയമാണ് ദർശനം. മാർക്സും ഏംഗൽസും ജർമ്മനിയിലാണ് ജനിച്ചത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം മാർക്സിസത്തിന്റെ 3 ഉറവിടങ്ങൾ എന്ന് പറയുന്ന ലെനിൻ രേഖപ്പെടുത്തി എഴുതിയ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ 3 ഉറവിടങ്ങൾ പറയുന്നുണ്ട് മാർക്സിസത്തിന്റെ. ഒന്നാമത്തേത് ദാർശനിക മേഖലയാണ്. ദാർശനിക മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ ലെനിൻ പറഞ്ഞത് അത് ജർമ്മനിയാണ്. മാർക്സിനും ഏംഗൽസിനും മുമ്പ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൽ ഹേഗലും ഫെയർബാഗും. ഹേഗൽ എന്ന് പറഞ്ഞാൽ ഇവരെക്കാളും, മാർക്സിനെക്കാളും ഏംഗൽസിനെക്കാളും വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന, പ്രായം കൊണ്ട് മുന്നിലായിരുന്നു. ഫെയർബാഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സമകാലീനൻ എന്ന് പറയാൻ കഴിയുമായിരുന്നു. ചെറുപ്പകാലത്ത് ഏംഗൽസും ഹെഗലും, ഏംഗൽസും മാർക്സും ഗെഗലിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന നിരന്തരമായ ചർച്ചയും മറ്റും നടത്തിയിരുന്ന സംഘടനകളടക്കം മാർക്സും ഏംഗൽസും ഗെഗലിന്റെ പേരിൽ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ദർശനത്തിന്റെ ഉറവിടമെന്ന നിലയ്ക്ക് ലെനിൻ ചൂണ്ടിക്കാണിച്ചത് ജർമ്മനിയിലെ തത്വശാസ്ത്രമാണ്. അതിൽ ലെനിൻ പറയുന്ന 2 പേരെന്ന് പറഞ്ഞാൽ ഹെഗലും ഫെയർബാഗുമാണ്. ഇവരെ സംബന്ധിച്ചാണ് മാർക്സും ഏംഗൽസും നന്നായി പഠിച്ചത്. ഇവർ പറഞ്ഞു വെച്ച 2 സിദ്ധാന്തങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മാർക്സും ഏംഗൽസും വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആവിഷ്കരിക്കുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞുപോയതാണ്. ഏംഗൽസിനേറെ താല്പര്യം തോന്നിയിരുന്നൊരു വിഷയം ദർശനമാണ്. എല്ലാ ശാസ്ത്രത്തിന്റെയും ആത്മാവാണ് ദർശനം. ഇതാണ് ഏംഗൽസിന്റെ പ്രഖ്യാപിതമായൊരു ലക്ഷ്യം. എല്ലാ ശാസ്ത്രത്തിന്റെയും ആത്മാവാണ് ദർശനം എന്നാണ് ഏംഗൽസ് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഭാഗമായി ഹേഗലിനെയും ഫെയർബാഗിനെയും നന്നായി പഠിക്കുന്നതിന് പരിശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ 2 വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞിരുന്ന ഏംഗൽസ് തിരിച്ചുവരുന്ന വഴിയിലാണ് 1845 പാരീസിൽ വെച്ച് മാർക്സിനെ കണ്ടുമുട്ടുന്നത്. 1844 അവസാനം 45 മാർക്സും ഏംഗൽസും പരസ്പരം കാണുകയാണ്. 2 ചുവന്ന പുഷ്പങ്ങൾ കണ്ടുമുട്ടുകയാണ്. ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ അവസ്ഥ എന്ന പുസ്തകം ഇതിനിടയിൽ അദ്ദേഹം രചിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ അവസ്ഥ, ഏംഗൽസിന്റെ പ്രസിദ്ധമായ തൊഴിലാളി വർഗ പഠന ഗ്രന്ഥമായിരുന്നു അത്. ആദ്യത്തെ ഈ സമാഗമത്തിലൂടെ മാർക്സും ഏംഗൽസും
1844 നടത്തുന്ന ഈ സമാഗമത്തിലൂടെ പൊട്ടിവിടന്ന മാർസ് ഏംഗൽസ് സൗഹൃദം അവസാനം വരെ, അതിൽ ഒരാൾ 1883 മാർസ് നിര്യാതനാവുന്നതുവരെ, അതിനുശേഷം മാർസിന്റെ കുടുംബാംഗങ്ങളുമായി ഏംഗൽസ് നടത്തിയിരുന്ന സൗഹൃദം അവസാനം വരെ നിലനിന്നിരുന്നുവെന്ന് അഭിമാനപൂർവ്വം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സഖാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്തായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ മാർസിന്റെയും ഏംഗൽസിന്റെയും സാഹചര്യം, ജീവിതം പഠിച്ചാൽ മതിയാകും. ഏംഗൽസ് എന്ന് പറയുന്ന ആ വ്യക്തി തന്റെ സ്വന്തം സഖാവായ മാർസിനോട് കാണിക്കുന്ന അഭിവാഞ്ജയും സ്നേഹവും സഹായവും അതെല്ലാം എന്നും ഓർമ്മയായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സൂക്ഷിച്ചു വയ്ക്കേണ്ടുന്ന വസ്തുതകളാണ്. സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, സഖാവെന്ന പദത്തിന്റെ അർത്ഥവ്യാഖ്യാനത്തിന് പറ്റിയ ഉദാഹരണമായിരുന്നു മാർസും ഏംഗൽസും തമ്മിലുള്ള ബന്ധം. ഈ കൂട്ടുകെട്ടാണ് സമൂഹത്തിനെയും ലോകത്തിനെയും മാറ്റിമറിക്കുന്നതിനുള്ള ആശയങ്ങൾക്ക് രൂപം കൊടുത്തത്. ഇവർ പരസ്പരം ഈ കൂടിക്കാഴ്ചയിൽ തിരിച്ചറിയുകയായിരുന്നു മാർസും ഏംഗൽസും. വിപ്ലവകാരികൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ പരസ്പരം ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ ഇരു കൂട്ടരും. രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ഏംഗൽസ് 10 ദിവസത്തോളം പാരീസിൽ മാർസിനോടൊപ്പം കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ തൊഴിലാളി സങ്കേതങ്ങൾ സന്ദർശിക്കുന്നതിനും തൊഴിലാളി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഏംഗൽസ് തയ്യാറായി. സിദ്ധാന്തവും പ്രയോഗവും ഒരുമിച്ചാണ് കൊണ്ടുപോകേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. പരസ്പരം പഠിക്കേണ്ടുന്ന, ഗവേഷണങ്ങൾ നടത്തേണ്ടുന്ന മേഖലകൾ പങ്കിട്ടെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മാർസ് ദർശനത്തിലും ഏംഗൽസ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിലും കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ഇതിലൂടെ ആരംഭിച്ച സൗഹൃദങ്ങൾ 1883 മാർസിന്റെ നിര്യാണം വരെ തുടർന്നു. ഏംഗൽസ് 1895 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയുമാണ് മരിച്ചത്. 1844 പാരീസിൽ ഏംഗൽസ് മാർസിനോടൊപ്പം കഴിഞ്ഞപ്പോഴാണ് പാരീസ് കൈയെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയത്. അതൊക്കെ ഇന്നിപ്പോൾ നമുക്ക് വാങ്ങാനും വായിക്കാനും കഴിയുന്ന പുസ്തകങ്ങളാണ്. ഇവരുടെ മരണശേഷം സോവിയറ്റ് യൂണിയനിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് സംയുക്തമായി തയ്യാറാക്കിയ പഠന ഗ്രന്ഥമാണ് വിശുദ്ധ കുടുംബം. ഇന്നും കുടുംബത്തിലെ സ്ത്രീയുടെ പങ്കിനെ സംബന്ധിച്ച് എല്ലാം ആധികാരികമായി ജെൻഡർ ഇഷ്യൂ ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യേണ്ടുന്ന, വായിച്ചു പഠിക്കേണ്ടുന്ന പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. 1847 നവംബറിൽ കമ്മ്യൂണിസ്റ്റ് ലീഗിനു വേണ്ടി മാർസും ഏംഗൽസും ചേർന്ന് തയ്യാറാക്കിയ സുപ്രസിദ്ധ ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഞാൻ നേരത്തെ അതിനെ സംബന്ധിച്ചെല്ലാം മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് തന്നെ 3-4 എപ്പിസോഡുകളായി ക്ലാസുകൾ എടുത്തിരുന്നതാണ്. അത് ഓർമ്മിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ജർമ്മൻ പ്രത്യയശാസ്ത്രം, ജർമ്മൻ ഐഡിയോളജി ഇവരുടെ പുസ്തകമാണ്. നവജർമ്മൻ തത്വശാസ്ത്രത്തെ പറ്റി ഒരു വിമർശന പഠനം, എ ക്രിട്ടിക് ഓഫ് മോഡേൺ ജർമ്മനി, മൂലധനം തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ ഇവർ സംയുക്തമായി രചിച്ചതാണ്. മൂലധനത്തിന്റെ 1ാമത്തെ പതിപ്പ് മാത്രമാണ് മാർക്സിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അച്ചടിക്കാൻ കഴിഞ്ഞത്. ബാക്കി 2 വോളിയങ്ങളും അതിന്റെ കുറിപ്പുകൾ വെച്ചുകൊണ്ട് പുസ്തകമാക്കി തയ്യാറാക്കിയത് ഏംഗൽസ് ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏംഗൽസ് തനതായി രചിച്ച പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം. അത് മാർസിന്റെ, ഏംഗൽസിന്റെ വിഷയമാണ്. ദർശനത്തെ സംബന്ധിച്ച് മാർസ് പഠിക്കാൻ തയ്യാറായപ്പോൾ സോഷ്യലിസം, പ്രകൃതി ഇവയെ സംബന്ധിച്ചതൊക്കെ ആധികാരികമായി പഠിക്കാൻ വേണ്ടി തയ്യാറായത് ഏംഗൽസ് ആയിരുന്നു. ഏംഗൽസിന്റെ തനത് പുസ്തകങ്ങളാണ് സോഷ്യലിസം, സാങ്കല്പികവും ശാസ്ത്രീയവും, ആന്റി ഡൂറിങ്ങിനെതിരെ എന്ന് പറയുന്ന പുസ്തകം, പ്രകൃതിയിലെ വൈരുദ്ധ്യാത്മകത, മാർസിന്റെ മരണശേഷം ഏംഗൽസ് തയ്യാറാക്കിയ മൂലധനത്തിന്റെ 2-3 വോളിയങ്ങൾ. ആന്റി ഡൂറിങ് എന്ന് പറയുന്ന പുസ്തകം 1878 ഏംഗൽസ് തയ്യാറാവുന്നത്. മാർക്സിസ്റ്റ് ഫിലോസഫി, സയൻസ്, ശാസ്ത്രത്തെ സംബന്ധിച്ചും മാർസിയൻ തത്വശാസ്ത്രത്തെ സംബന്ധിച്ചും
വളരെ ഗഹനമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഡൂറിങ്ങിനെതിരെ എന്ന് പറയുന്ന പുസ്തകം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വഹിക്കുന്ന ത്യാഗത്തെ സംബന്ധിച്ച്, ത്യാഗസുരഭിലമായ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ അപ്പോഴപ്പോഴൊക്കെ പ്രസംഗിക്കാറുണ്ടല്ലോ. ആ ആന്റി ഡൂറിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ചെല്ലാം ഏംഗൽസ് നന്നായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അത്തരം പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല. സോഷ്യലിസം ശാസ്ത്രീയവും സാങ്കല്പികവും എന്ന് പറയുന്ന പുസ്തകം ഏംഗൽസ് തയ്യാറാക്കുന്നത് 1880-ലാണ്. മാർക്സിസത്തിന്റെ 3 ഉറവിടങ്ങളിൽ രണ്ടാമത്തെ ഉറവിടമായി സഖാവ് ലെനിൻ വിശേഷിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഉയർന്നു വന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളെ സംബന്ധിച്ചാണ്. ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വെറും സാങ്കല്പികങ്ങളായിരുന്നു, ഉട്ടോപ്യനായിരുന്നു. ആ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ, സാങ്കല്പികമായ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ശാസ്ത്രീയ ആശയങ്ങളായി മാറ്റുക എന്ന് പറയുന്ന തികഞ്ഞ ഉത്തരവാദിത്വമാണ് ഏംഗൽസ് സോഷ്യലിസം ശാസ്ത്രീയവും സാങ്കല്പികവും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ 1880 നിർവഹിച്ചത്. പിന്നെ ഏംഗൽസിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഡയലക്റ്റിക്സ് ഇൻ നേച്ചർ, പ്രകൃതിയെ സംബന്ധിക്കുന്ന പഠനം. അത് ഏംഗൽസിന്റെ ഏറ്റവും ക്ലാസിക്കായ ഒരു പുസ്തകമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഏംഗൽസ് സമാഹരിച്ച മിച്ചമൂല്യത്തെ സംബന്ധിക്കുന്ന കുറിപ്പുകളെ മൂലധനത്തിന്റെ 4ാമത്തെ വാള്യമായി 2-3 വാള്യം ഏംഗൽസ് പ്രസിദ്ധീകരിക്കുന്ന മൂലധനത്തിന്റെ. പിന്നെ ഏംഗൽസ് സമാഹരിക്കുന്ന മിച്ചമൂല്യത്തെ സംബന്ധിക്കുന്ന കുറിപ്പുകൾ, അതാണ് 4ാമത്തെ വാള്യമായി ഇറക്കുന്നത്. ഏംഗൽസിന്റെ ബാല്യകാല സഖിയായിരുന്ന മേരി ബാൻസിനെയാണ് ആദ്യം ഏംഗൽസ് വിവാഹം കഴിച്ചത്. എന്നാൽ 1863 അവരുടെ നിര്യാണം നടന്നു. അസുഖബാധിതയായിരുന്നു, അവർ മരിച്ചു. തുടർന്ന് ഇളയ സഹോദരി ലിസി ബാൻസിനെ ഏംഗൽസ് വിവാഹം ചെയ്തു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 1878 ലിസിയും നിര്യാതയായി. ഇതിന്റെ തുടർച്ചയെന്ന നിലയിൽ മാർസിന്റെ ജീവിത സഖാവെന്ന ജെന്നിയുടെയും 1883 മാർസിന്റെയും വിയോഗം ഏംഗൽസിനെ കാര്യമായി തളർത്തിയിരുന്നു. ഏംഗൽസിനാകട്ടെ മക്കളുമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ജീവിത സായാഹ്നത്തിൽ ഒരു വിൽപത്രം ഏംഗൽസ് തയ്യാറാക്കിയിരുന്നു. ഏംഗൽസിന്റെ അച്ഛൻ മരിച്ചു. മാഞ്ചസ്റ്ററിലെ ഫാക്ടറി എല്ലാം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അതെല്ലാം സഹോദരന്മാരോട് എടുത്തോളാൻ പറഞ്ഞു. എടുത്തു കിട്ടിയ ഇതിന്റെ പണം, ആ പണവുമായിട്ടാണ് ഏംഗൽസ് മാർസിന്റെ അടുത്ത് പാരീസിൽ വരുന്നതും വീടെടുത്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറാവുന്നതും. തന്റെ പുസ്തക ശേഖരവും തന്റെയും മാർസിന്റെയും രചനകളും കൈയെടുത്ത് പ്രതികളും ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് നൽകാൻ വേണ്ടി ഏംഗൽസ് നിർദ്ദേശിച്ചിരുന്നത്. തന്റെ സ്വത്തിൽ പാർട്ടിക്ക് നൽകിയൊരു പങ്ക് കഴിച്ചാൽ ബാക്കിയെല്ലാം മാർസിന്റെ കൊച്ചുമക്കൾക്കും നൽകാൻ തീരുമാനിച്ചിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ തന്റെ മൃതശരീരം ദഹിപ്പിക്കണമെന്നും ചിതാഭസ്മം കടലിൽ നിക്ഷേപിക്കണമെന്ന കാര്യം കൂടി ഏംഗൽസ് നിർദ്ദേശിച്ചിരുന്നു. ഞാനിവിടെ ഇപ്പോൾ ഏംഗൽസിനെ പറ്റി പ്രതിപാദിച്ചത് വളരെ ഹ്രസ്വമായിട്ടാണ്. ചരിത്ര ഇവരിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ സവിസ്തരമായി ഏംഗൽസിന്റെ ജീവിതവും അവരുടെ സംഭാവനകളെ സംബന്ധിച്ചും എല്ലാം പ്രതിപാദിച്ചു പോരുന്നുണ്ട്. അപ്പോൾ വായിക്കുന്നതിന് പി ഗോവിന്ദപിള്ള ഏംഗൽസിന്റെ ജീവിതകഥയെ സംബന്ധിച്ച് വളരെ ആധികാരികമായൊരു ഗ്രന്ഥം മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഏംഗൽസിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതായി വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹാക്കൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ തപ്പിയെടുത്ത് വായിക്കാനും മാർക്സും ഏംഗൽസും നടത്തിയിരുന്ന സൗഹൃദത്തെ സംബന്ധിച്ച് പഠിക്കാനും ഒക്കെ തയ്യാറാകണം. ഞാൻ ഏറ്റവും അവസാനം പ്രകാശനം നടത്തിയ മാർക്സിസ്റ്റ് സാമൂഹ്യ ശാസ്ത്രം, ഈ മാർക്സിസ്റ്റ് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏകദേശം 35 പേജ് മാർക്സിന്റെയും ഏംഗൽസിന്റെയും ജീവിതത്തെ സംബന്ധിച്ചും അതിൽ മൂലധനം ഇറക്കുന്നതിൽ മാർക്സും ഏംഗൽസും വഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചും പ്രയാസത്തെ സംബന്ധിച്ചും എല്ലാം വളരെ സവിസ്തരമായി വികാരപരമായി ആവിഷ്കരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളടക്കം തേടിയെടുത്ത് വായിച്ച് സഹാക്കൾ സമ്പുഷ്ടമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.